മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസി. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാസപ്പടി വിവാദത്തിലെ ആദായനികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 3 അംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച് 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ആരോപണത്തിൽ വീണയെ പ്രതിരോധിച്ച CPIM മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് നിരവധി നിയമലംഘനങ്ങൾ നടത്തി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. കരിമണൽ കമ്പനി CMRL, KSIDC എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ട്. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. മറുപടി നൽകാൻ പോലും KSIDC തയ്യാറായില്ല എന്നും ഉത്തരവിൽ പറയുന്നു. 3 സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാനാണ് നിർദ്ദേശം. 3 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് അന്വേഷണം നടത്തുക. കേന്ദ്ര ഏജൻസി അന്വേഷണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് മന്ത്രി PI മുഹമ്മദ് റിയാസും നോട്ടീസ് കിട്ടിയ ശേഷം KSIDC നൽകിയ മറുപടി എന്താണെന്ന് മന്ത്രി P രാജീവും വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. 4000-ലധികം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും പുറത്തുവന്നത് ഒരൊറ്റ എണ്ണം മാത്രമാണെന്നും ഷോൺ ജോർജും പ്രതികരിച്ചു. 40,000 കോടി രൂപയുടെ കൊള്ളയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതിൽ 1.72 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ടിപ്പ് കൊടുക്കുന്ന പോലെ കുട്ടിയാൽ മതി. അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസയായിട്ട് കുട്ടിയാൽ മതി. ബാക്കിയൊക്കെ എത്രയുണ്ടെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, സ്വത്ത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാണെങ്കിലും CMRL കൊള്ളയ്ക്ക് വേണ്ടി പ്രളയത്തെ പോലും ഉപയോഗിച്ചിരിക്കുന്നു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടപാട് അന്വേഷിക്കണമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.